ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയും കൂടി ആ പെങ്കൊച്ചിനെ തപ്പി ഇറങ്ങിയിരിക്കുക. ആ സമയത്ത് കൂട്ടുകാരി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആദ്യം അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ നമ്മുടെ സച്ചിയുടെ ഭീഷണിക്ക് മുന്നിൽ അതിനെല്ലാം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ഇവരുടെ പ്ലാനൊക്കെ കേട്ടാ ഇവർ രണ്ടുപേരും കൂടെ അന്തം വിട്ട് നോക്കുമോ, കൊള്ളാവല്ലോ, നല്ല പ്ലാനാണല്ലോ എന്നും പറഞ്ഞ സച്ചി. അന്നേരം രമ്യേ എല്ലാത്തിനും നന്ദിയുണ്ട്, രമ്യ പൊയ്ക്കോളാൻ പറഞ്ഞു കേട്ടോ ഈ സച്ചി. അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ പെങ്കൊച്ച് അങ്ങോട്ടേക്ക് പോയി. ആ പെങ്കൊച്ചങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതി ചോദിച്ചു, ഇനി എന്താ സച്ചിയേട്ടാ ചെയ്യേണ്ടതെന്ന്. വാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ഫെബിൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിലെ ആൾക്കാരെ അവരിന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോൾ നമ്മുടെ ഇക്കയും അവിടെ ഉണ്ട്. അപ്പോൾ പെങ്ങളിരുന്ന് കരയുന്നത് കണ്ടപ്പോൾ എന്തിനാ ഇങ്ങനെ കരയുന്നേ എന്നും ചോദിച്ചുകൊണ്ട് ഇക്ക സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുക. നീ കരയാതിരിക്കുക എന്നും പറഞ്ഞു. അപ്പോൾ ബീരാനിക്ക പറയുന്നത് കേട്ടപ്പോൾ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും കരുതിയില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഒറ്റ മോനാ, ദേ ഒന്നിനും ഒരു കുറവുമില്ലാതെയാണ് അവനെ വളർത്തിയതെന്നും അവന് വേണ്ടുന്നതെല്ലാം ഞങ്ങൾ കൊടുത്തു. ഇത്രയും കാലം വളർത്തിയതല്ലേ അവന്. നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി അവൻ്റെ കല്യാണം നടത്തി കൊടുക്കാൻ അതിനുള്ള കഴിവില്ലേ എനിക്കെന്നൊക്കെ അച്ഛൻ ഇങ്ങനെ ഇരുന്ന് പറയുന്നു. എന്തിനാ അവനൊരു പെണ്ണിനെയും കൂട്ടി ഓടിപ്പോയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ബീരാനിക്ക അവിടെ നിൽക്കുന്നു. ഒരു പെണ്ണിനെ പ്രണയിക്കുന്നത് തെറ്റൊന്നും അല്ല, പക്ഷേ അത് അച്ഛനമ്മമാരെ എങ്ങനെ വേദനിപ്പിക്കുന്നത് തെറ്റല്ലേ എന്നൊക്കെ ഇങ്ങനെ അവിടെ ഇരുന്ന് നമ്മുടെ ബീരാനിക്കയുടെ പെങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം തെറ്റ് അവൻ്റെ ഭാഗത്തല്ല, നിങ്ങളുടെ ഭാഗത്താ തെറ്റെന്ന് ബീരാനിക്ക് അന്നേരം ഇവരോട് പറഞ്ഞു. ഒരു പെണ്ണിനെ പ്രണയിക്കുന്നുണ്ട്, കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, അത് നടത്തി തരണമെന്ന് അവൻ നിങ്ങളോട് പറഞ്ഞിരുന്ന കാര്യമല്ലേ എന്ന് ചോദിച്ചു. നിങ്ങൾ ഒറ്റയടിക്ക് നടക്കില്ല എന്ന് അവനോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മയും അച്ഛനും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. പിന്നെ അതെ ഫെബിൻ പ്രണയിക്കുന്ന പെണ്ണിനെക്കുറിച്ചും അവളുടെ കുടുംബത്തെക്കുറിച്ചും നിങ്ങളെ ഒന്ന് നന്നായിട്ട് അന്വേഷിക്കണമായിരുന്നു എന്നും നല്ലവരാണെങ്കിൽ കല്യാണം നടത്തി കൊടുക്കണമായിരുന്നു എന്നും പറയാം. നല്ലവരല്ല എങ്കിൽ ഫെബിനെ പറഞ്ഞ് മനസ്സിലാക്കണമായിരുന്നു എന്നും പറഞ്ഞു. പിന്നെ നിങ്ങൾ രണ്ടുപേരും അതൊന്നും ചെയ്തില്ല, ഒറ്റയടിക്ക് അങ്ങ് എതിർക്കുക ചെയ്തത്. അതല്ലേ ശരിക്കും സംഭവിച്ചത് എന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും പറയാൻ മറുപടികളില്ല. സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണോ എന്ന് ചോദിച്ചു. അവൻ ആ പെണ്ണിനെയും കൂട്ടി ഓടിപ്പോയിട്ടുണ്ടെങ്കിലേ അതിന് കാരണക്കാർ നിങ്ങൾ രണ്ടുപേരും മാത്രമാണെന്ന് ബീരാനിക്ക് ഇങ്ങനെ ഇവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പം ഒന്ന് അന്വേഷിക്കാം. നല്ല ബന്ധമാണെങ്കിൽ അത് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാ ഏട്ടാന്നും പിന്നെ ഇദ്ദേഹം അത് വേണ്ടെന്ന് പറഞ്ഞതെന്ന കാര്യവും പെങ്ങൾ ബീരാനിക്കയോട് പറയുമ്പം എന്താ അളിയാ ഇത്, ഇങ്ങനെയൊക്കെയാണോ വേണ്ടത്? ഇതൊക്കെ വളരെ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളല്ലേ എന്ന് ചോദിച്ചു. അപ്പം അവൻ്റെ ഒരു പ്രണയം കോട്ട എന്നും പറഞ്ഞുകൊണ്ട് അളിയൻ ഇങ്ങനെ ഇരിക്കുന്നു. ദേ അവന് വേണ്ട പെണ്ണിനെ ഞാൻ കണ്ടെത്തുമായിരുന്നു അളിയ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ബീരാനിക്ക് ഇവരോട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. നന്ദൻ അളിയൻ കണ്ടെത്തിയ പെണ്ണിനെ തന്നെ മകൻ കല്യാണം കഴിക്കണമെന്നാണ് അളിയൻ്റെ വാശി. ആ വാശി കാരണമാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൻ്റെ മനസ്സ് കാണാൻ അളിയൻ തയ്യാറായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ബീരാനിക്ക് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കണം. ഇക്കാര്യം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിലേ ഞാൻ വേണ്ട വിധത്തിൽ ഇതെല്ലാം കൈകാര്യം ചെയ്യുമായിരുന്നില്ലേ എന്നും ബീരാനിക്ക ചോദിക്കുവാണ്. എന്നോടെല്ലാം പറയുന്ന നിങ്ങളെ ഇത് മാത്രം അങ്ങ് മറച്ചു വെച്ചല്ലേ. അപ്പോൾ അവനെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. അവൻ്റെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആണെന്നും പിന്നെ എനിക്കാണെങ്കിൽ ഒരു സമാധാനവും കിട്ടണില്ല ഏട്ടാന്നും പറഞ്ഞ അമ്മ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. അങ്ങനെ ഇവർ ബീരാനിക്കയും ഒക്കെ ചേർന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതേ ഇങ്ങനെ ഓരോ കാര്യങ്ങളും സംസാരിച്ച് വന്നപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരെ പറ്റിയൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പെൺകുട്ടിയുടെ അച്ഛൻ KSRTCയിലെ ബസ് ഡ്രൈവർ ആയിരുന്നെന്നും ഇപ്പോൾ റിട്ടയർഡ് ആയെന്ന കാര്യമൊക്കെ പറയുക. പേര് അശോകൻ എന്നാണെന്നൊക്കെ പറഞ്ഞപ്പം എല്ലാം അപ്പോൾ അറിയാമല്ലേ. എന്നിട്ടാ ഞാൻ ആ വീട്ടിൽ ചെന്ന് അവരുടെ അച്ഛനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ, നല്ലവരാണെങ്കിൽ ഫെബിൻ്റെയും മാളുവിൻ്റെയും എങ്ങനെയെങ്കിലും കണ്ടെത്തി അവരുടെ കല്യാണം നമുക്കങ്ങ് നടത്തി കൊടുക്കാമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് ഇയാളിങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ അതെ അളിയാൻ എന്ത് പറയുന്നു എന്ന് വീരാനിക്ക ചോദിച്ചപ്പം നന്ദൻ ഇങ്ങനെ നമ്മുടെ വീരാനിക്ക അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോൾ ദേ എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അദ്ദേഹം അങ്ങ് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പം ഞാൻ ഇത്രയും പറഞ്ഞിട്ടേ അളിയന് മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നണേ എന്നും പറഞ്ഞുകൊണ്ട് വീരാനിക്ക പെങ്ങളോട് പറയുവാണ്. അളിയൻ്റെ പഴയ തീരുമാനത്തിൽ തന്നെയാണെന്ന് പറഞ്ഞപ്പം അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ലെന്നേ, ഏട്ടൻ ഇന്ന് തന്നെ ഒന്ന് പോയിട്ട് വാ, നമുക്ക് എന്തെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. ശരിയെന്നും പറഞ്ഞ് വീരാനിക്ക് അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ രവിയേട്ടനെയാണ് കാണിക്കുന്നത്. രവിയേട്ടൻ സങ്കടപ്പെട്ട ഒരു മൂലയിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ചന്ദ്ര അങ്ങോട്ടേക്ക് വന്നു. എന്താ രവിയേട്ടനെ പറ്റിയ മുഖത്താകെ ഒരു സങ്കടം പോലെ. ഞാൻ ഭക്ഷണം എടുത്തു വെക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. രേവതി മോളുടെ കൈ കൊണ്ട് വിളമ്പി തന്നാലേ കഴിക്കൂലേ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നോ CIDകൾ ആ പെണ്ണിനെ തപ്പി പോയിരിക്കല്ലേ ഇനി.
അവരെപ്പോൾ വരുമെന്നൊന്നും പറയാൻ പോലും പറ്റത്തില്ല. അവരെ കാത്തിരുന്നാലേ പട്ടിണി കിടക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര വേണമെങ്കിൽ ഒന്ന് കഴിക്കാൻ നോക്കാനും പറഞ്ഞു. അപ്പോൾ എനിക്ക് വിശപ്പില്ല, നീ കഴിച്ചോളാൻ പറഞ്ഞു. അതെന്താ വിശപ്പില്ല അത്ര തന്നെ. ചന്ദ്രൻ നീ ഒന്ന് പോകാവോ, എന്നെ ഒന്ന് വെറുതെ വിടാവോ? ഓ, വിഷമിച്ചിരിക്കുന്നതിൻ്റെ കാരണം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇങ്ങനെ വിഷമിക്കാൻ നിങ്ങളുടെ മോളൊന്നും അല്ലല്ലോ ഒളിച്ചോടി പോയത്, ആണോ? അപ്പം മാളും എനിക്ക് എൻ്റെ മോളെ പോലെ തന്നെ അടി. അവർ ഓടിപ്പോയി കല്യാണം കഴിച്ചു കാണും. ചിലവില്ലാതെ കല്യാണം നടന്നില്ലേ, അതിൻ്റെ സന്തോഷത്തിൽ അശോകനെ വിളിച്ച് ബിരിയാണി ഓർഡർ ചെയ്യാൻ പറയാനായിട്ട് ഈ ചന്ദ്ര പറഞ്ഞപ്പോഴത്തേക്കും രവിയുടെ ദേഷ്യം വന്നു. അപ്പം ഇങ്ങനെ തുറച്ച് നോക്കിയപ്പോൾ ഞാനൊന്നും പറയുന്നില്ലേ, വേണമെങ്കിൽ വന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ വർഷയും ശ്രീകാന്തും കൂടെ ഇറങ്ങി വരിക. എന്നാ നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് ഇവിടെ കുത്തിയിരിക്കുകയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോയില്ല അമ്മയെന്ന് ശ്രീകാന്ത് പറഞ്ഞു. ഇന്നൊരു ദിവസത്തേക്ക് ലീവ് എടുത്തു. അപ്പോൾ സിറ്റിയിലൊക്കെ പോയിട്ട് കറങ്ങി വരാമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തായാലും നന്നായിട്ട് എപ്പോഴും ഈ ജോലി വീടെന്നും പറഞ്ഞ് നടന്നിട്ട് എന്താടാ കാര്യം, നമുക്കൊക്കെ വേണ്ട ഒരു എൻ്റർടൈൻമെൻറ്റ്. നിങ്ങൾ മേടിച്ച് വിളിച്ചിട്ട് വരാൻ പറഞ്ഞു അച്ഛൻ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ആളാണല്ലോ അല്ലേ ഞാനെന്ന് ചോദിച്ച് ചന്ദ്ര അന്നേരം ഇടയ്ക്ക് കയറിയതേ വഴക്കിന്. നീ പറ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്തും വർഷം കൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ചന്ദ്ര ഇത് കണ്ടു. അപ്പോൾ ഞാൻ തന്നെ പറയണത് തന്നെ നിനക്ക് പറഞ്ഞെന്താ? അപ്പോൾ വർഷം ഞാൻ പറയണത് തന്നെ നിനക്ക് പറഞ്ഞു തന്നെ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരിങ്ങനെ രഹസ്യം പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ചന്ദ്ര ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടി ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ എന്തോ പറയാനുണ്ടല്ലോ നിങ്ങൾക്ക്, എന്താ കാര്യമെന്ന് ചന്ദ്ര ചോദിക്കും. അങ്ങോട്ടെന്ന് പറഞ്ഞു വർഷ ശ്രീകാന്തിനോട്. അപ്പോൾ അത് പിന്നെ അച്ഛാ ഞങ്ങളെ ഒരു ടൂർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് പറയാനാണ് എത്ര മടി, എവിടെയാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ അച്ഛൻ. അത് പിന്നെ ആലപ്പുഴയും തേക്കടി. നിങ്ങളൊക്കെ എന്തിനാ ഇപ്പോൾ ടൂറൊക്കെ പോകുന്നത്? ഇപ്പോൾ ചുമ്മാ കിടന്നുറങ്ങാനാണെന്ന് വർഷ അന്നേരം ചന്ദ്രയോട് പറഞ്ഞു. നല്ല മറുപടി കിട്ടിയതോടുകൂടി മതിയായി ചന്ദ്രയ്ക്കും. ഇവിടെ നേരം വേണം, ഉറക്കം കിട്ടുന്നില്ല, അതുകൊണ്ട് 2-3 ദിവസം എവിടെയെങ്കിലും പോയി കിടന്ന് ഉറങ്ങാമെന്ന് കരുതിയെന്ന് വർഷ ചന്ദ്രയോട് പറയാം. മുഖത്തടിച്ച മറുപടിയായിപ്പോയി. എപ്പോഴാണ് നിങ്ങൾ പോണേന്ന് ചോദിച്ചു. അത് പിന്നെ അച്ഛാന്ന് പറയുമ്പോൾ നെക്സ്റ്റ് വീക്ക് സൺഡേ ആണെന്ന് പറഞ്ഞു. സമയമുണ്ടല്ലോ, അപ്പോൾ എപ്പോഴും നേരത്തെ പ്ലാൻ ചെയ്ത് പോകുന്നത് നല്ലതെന്ന് പറഞ്ഞപ്പം നിങ്ങൾക്കാർക്കും വേണ്ടെങ്കിലേ ഞാൻ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോയി. വർഷയുടെ വായിന്ന് കേട്ടപ്പോൾ തൃപ്തിയായി. എന്താ വെച്ചാൽ അമ്മയ്ക്ക് പറ്റിയത്, നല്ല ചൂടിലാണല്ലോ. അത് പിന്നെ നമ്മൾ ടൂർ പോകുന്നതുകൊണ്ടാണെന്ന് വർഷ. നിങ്ങളതൊന്നും കാര്യമാക്കണ്ട, അവളെപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, നിങ്ങൾ പോയി എല്ലാം കഴിക്കാൻ നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരെയും കൂടെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കാണിക്കും നമ്മുടെ അശോകേട്ടൻ അമ്മയുമായിട്ട് വഴക്കുണ്ടാക്കുക, ഭാര്യയായിട്ട്. മക്കളെ നിർത്തേണ്ടടുത്ത് നിർത്തണമായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും. അവൾ ഇങ്ങനെ ചെയ്യുന്നു ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞപ്പം, അവനുമായിട്ട് പ്രണയത്തിലാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് പറഞ്ഞതാ അവളെ ശ്രദ്ധിക്കണം, അവളുടെ മേലൊരു കണ്ണ് വേണമെന്ന്, നീ അതൊന്നും കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ എനിക്ക് അവളെ കെട്ടിയിടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും ആ വീട്ടുമുറ്റത്തേക്ക് ഇതേ വരുന്നു നമ്മുടെ സച്ചിയും രേവതിയും. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ വന്നപ്പോൾ ഇവർ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക. നാട്ടുകാരറിയും ഞാൻ എങ്ങനെ ഇനി പുറത്തിറങ്ങി നടക്കും എന്നൊക്കെ ചോദിച്ച അശോകേട്ടൻ ആളുകളുടെ മുഖത്ത് എങ്ങനെ നോക്കും. അപ്പോഴത്തേക്ക് അങ്കിളെ എന്തേതെന്ന് ചോദിച്ചാൽ സച്ചി അങ്ങോട്ടേക്ക് വന്നു. നിങ്ങൾ പറഞ്ഞ അങ്ങ് റോഡ് വരെ കേൾക്കാവല്ലോ എന്ന് പറഞ്ഞു. മോനെ സച്ചി, എടാ ഇപ്പം ഇതാരും അറിഞ്ഞിട്ടില്ല, അങ്കിളായിട്ട് ഇതെല്ലാവരും അറിയിക്കരുതെന്ന് പറഞ്ഞു. മനസ്സ് പുകയാടാ മോനെ, പിടിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിങ്ങനെ അദ്ദേഹം പറയാം. ആ മഹാഭാവി ഇങ്ങനെ ചെയ്യുന്നു ഞങ്ങൾ കരുതിയില്ല മോനെ എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ നേരെ സങ്കടത്തോടെ സച്ചിയോടും രേവതിയോടും പറയുന്നു. അപ്പം നിങ്ങളിരിക്കെ എന്നും പറഞ്ഞ് ഇങ്ങനെ പിടിച്ചിരുത്താൻ നോക്കുമ്പോൾ സച്ചിയും രേവതിയും ഇങ്ങനെ അവരെ സമാധാനിപ്പിച്ച് കൂടെ തന്നെ ഇരിക്കും കേട്ടോ. ഞങ്ങളുടെ മൂത്ത മോള് ഞങ്ങൾ കണ്ടെത്തിയ ചെറുക്കനെയാണ് കല്യാണം കഴിച്ചത് എന്ന് അശോകേട്ടൻ പറയാം. ഇന്ന് അവൾ സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്നും, എന്നാൽ ഈ ഒരുമ്പെട്ടവൾ ഓരോരുത്തനെ കിട്ടിയപ്പോഴേ സ്വന്തം അച്ഛനെയും അമ്മയെയും പോലും മറന്നെന്ന കാര്യവും പറയുക. അവൻ്റെ കൂടെ ഓടിപ്പോയിരിക്കുന്നു. അവളെ വിശ്വസിച്ച ഞങ്ങളെ അവൾ ചതിച്ചു എന്നൊക്കെ പറഞ്ഞിങ്ങനെ സങ്കടത്തോടെ പറയുക. സഹിക്കാൻ പറ്റുന്നില്ല സച്ചി എന്നൊക്കെ പറഞ്ഞിങ്ങനെ കരയുമ്പോൾ അങ്ങളിങ്ങനെ വിഷമിക്കാതെ, നിങ്ങൾ ഭയപ്പെട്ടതുപോലെ ഒന്നും നടന്നിട്ടില്ല എന്ന കാര്യം സച്ചി പറയുക. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. നിങ്ങളുടെ മോളെ കണ്ട് സംസാരിച്ചിട്ട് ഞങ്ങൾ വരുന്നത് എന്ന് രേവതി ഇവരോട് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ആശ്വാസമായി, സമാധാനമായി. അല്ല അവളിപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ അവളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഉള്ളത്, അപ്പോൾ ഫെബിനും ഉണ്ട് അവിടെ എന്ന കാര്യം പറയുമ്പോൾ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാണ്. പിന്നെ അവർ കല്യാണം കഴിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ എന്ന് രേവതി അന്നേരം പറഞ്ഞു. അപ്പോൾ ദേഹാശ്വാസമായി അച്ഛനും അമ്മയ്ക്കും. പിന്നെ ഇന്നത്തെ കാലത്ത് പ്രണയിക്കാത്ത ആണും പെണ്ണും ഉണ്ടോ എൻ്റെ അങ്കിളെ? ഇതൊക്കെ സാധാരണയായി നടക്കുന്ന കാര്യങ്ങളല്ലേ, നിങ്ങളത് വലിയ വിഷയമാക്കി എടുത്തു, അതാണിപ്പോൾ ഇവിടെ പ്രശ്നമായതെന്നുള്ള കാര്യം സച്ചി ഇങ്ങനെ ഇവരോട് പറയുക. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഫെബിനുമായിട്ടുള്ള പ്രണയം അവൾ മറച്ചു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ, ഫെബിനെ ഇഷ്ടമാണ്, വിവാഹം നടത്തി തരണമെന്ന് അവൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങളെന്താ പറഞ്ഞത്? അത് നമ്മുടെ കുടുംബത്തിനത് ശരിയാവില്ല, ഞങ്ങൾ നിനക്ക് നല്ല പയ്യനെ നോക്കാവെന്ന് പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. മാള് ഫെബിനെ പറ്റി പറഞ്ഞപ്പോൾ നീ അവനെ കൂട്ടിയിട്ട് വാ നമുക്ക് സംസാരിക്കാം എന്നായിരുന്നില്ലേ നിങ്ങൾ പറയേണ്ടിയിരുന്നത്, എങ്കിൽ അവളിങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് സച്ചി ഇവരോട് പറയുക.
അപ്പോൾ വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല, അതുകൊണ്ടാണ് അവർ ഓടിപ്പോകാൻ തീരുമാനിച്ചത്, അത്രേ ഉള്ളൂ കാര്യമെന്നൊക്കെ ഇങ്ങനെ സച്ചിയും രേവതിയും പറയുമ്പോൾ, മോനെ ആ പയ്യൻ എത്രക്കാരനാണെന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ എന്ന് അമ്മ പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്ന് അന്വേഷിക്കായിരുന്നില്ലേ ആൻറ്റി? അപ്പോൾ മാള് നല്ല പക്വതയുള്ള കുട്ടിയാ, ഒരു മോശം ചെറുക്കനെ അവളെ അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമോ? നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചുകൂടായിരുന്നോ എന്ന് സച്ചിയും രേവതി ഇവരോട് ചോദിച്ചു. ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക കേട്ടോ. അതുപോലെ സച്ചിയുടെ രേവതിയുടെയും കാര്യങ്ങളെല്ലാം, ഇവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അവരങ്ങനെ ഇരിക്കുന്നു. അതുപോലെ നമ്മുടെ ആരുടെയും ജീവിതത്തിൻ്റെ ഒരു താക്കോലും നമ്മുടെ ആരുടെയും കയ്യിലല്ല എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ടെന്നൊക്കെ സച്ചി ഇങ്ങനെ ഇവരോട് പറയുന്നു. നമ്മളായിട്ടൊരു ചെറുക്കനെ കണ്ടെത്തി മാളുവിനെ കൊണ്ട് കെട്ടിച്ച ആ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് എന്തെങ്കിലും ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് സച്ചി അവരോട് ചോദിക്കാം. ഒന്നും പറയാൻ പറ്റാത്ത കാലമല്ലേ നിങ്ങളിത്? അപ്പം അമ്മയും അച്ഛനും ഇങ്ങനെ വരാതെ വിഷമിച്ചിരിക്കുന്നു. അവർ തമ്മിൽ കുറേ നാളത്തെ പരിചയമുണ്ടെന്നും പരസ്പരം ഇഷ്ടമാണെന്ന കാര്യവും രേവതി പറയുന്നു. ഒരു പരിചയമില്ലാത്ത മറ്റൊരാളെ കെട്ടുന്നതിനേക്കാളും ഭേദം ഇഷ്ടമുള്ള ഒരാളെ കെട്ടുന്നതല്ലേ എന്തുകൊണ്ടും നല്ലതെന്നും രേവതി ചോദിക്കുക. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. നിങ്ങൾ ഈ കല്യാണം നടത്തി കൊടുക്കാനും രേവതി ഇങ്ങനെ പറയുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പം എന്തായാലും അവർ രണ്ടുപേരും വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും, അത് നിങ്ങളായിട്ട് നടത്തി കൊടുക്കുന്നത് തന്നെയല്ലേ നല്ലത് എന്നും ചോദിച്ചു. അപ്പോൾ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. മൂത്ത പെണ്ണിനെ വലിയ വീട്ടിലാണ് കല്യാണം കഴിച്ച് അയച്ചിരിക്കുന്നതെന്നും അവരൊക്കെ ഇനി എന്ത് വിചാരിക്കുമെന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കുമ്പം, അപ്പോൾ അതാണ് നിങ്ങളുടെയൊക്കെ കാര്യമല്ലേ, സ്വന്തക്കാരും ബന്ധക്കാരും നാട്ടുകാരും ഒക്കെ എന്ത് വേണമെങ്കിലും വിചാരിച്ചോട്ടെ, അതിന് നമുക്കെന്താ, നമ്മളെന്തിനാ അതൊക്കെ മൈൻഡ് ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ആവശ്യം എന്താ? നോക്ക്, അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റുമെന്ന് സച്ചി ഇങ്ങനെ ചോദിക്കുന്നു. മകൾ നന്നായി സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ആവശ്യം എന്ന് ചോദിച്ചു. കല്യാണത്തിന് മുന്നേ ഞാൻ എങ്ങനെയായിരുന്നു, കല്യാണം കഴിഞ്ഞ് ഇവളെന്നെ മാറ്റിയെടുത്തില്ലേ എന്ന് ചോദിച്ചു. മാള് ഇവളെ പോലെ എന്നെ സാമർത്ഥ്യമുള്ള കുട്ടിയാന്നേ, അവനെ ശരിയാക്കി എടുത്തോളൂ എന്ന കാര്യം സച്ചി ഇങ്ങനെ പറയുമ്പോൾ, ഭവാനി സച്ചിയും രേവതിയും പറഞ്ഞത് നീ കേട്ടില്ലേന്ന് ചോദിച്ചാൽ അശോകേട്ടൻ. നമ്മുടെ മോളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് അച്ഛനും അമ്മയും കൂടെ തീരുമാനിച്ചു. അങ്ങനെ സച്ചിയും രേവതിയും ഇവരെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇവർ എന്നിട്ട് യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും സച്ചി മോനെ ഒരുപാട് നന്ദിയുണ്ടെന്ന് പറയാം അച്ഛൻ, എൻ്റെയും കുടുംബത്തിൻ്റെയും മാനം പോകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവർ സംസാരിക്കുക. എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടു പോയേനേന്നു അച്ഛൻ പറഞ്ഞ് കരയുവാണ്. അപ്പോൾ സച്ചിയുടെ കൈ പിടിച്ച് അദ്ദേഹം നന്ദി പറയുമ്പോൾ അങ്കിളെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ പോണു. അങ്ങനെ ഇതും പറഞ്ഞ് ഇവർ പോകാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാനിക്ക അവിടെ നിന്ന് കുറേ പലഹാരങ്ങളൊക്കെ ആയിട്ട് വരുവാണ്. അപ്പോൾ സച്ചി ഇറങ്ങുമ്പോൾ, നിങ്ങളൊരു കാര്യം ചെയ്യണം, പോകുമ്പോൾ ചെറുക്കൻ്റെ വീട് വരെ പോകണമെന്നും പോയി ചെറുക്കൻ്റെ വീട്ടുകാരെ കണ്ട് ഈ കല്യാണക്കാര്യങ്ങളെല്ലാം സംസാരിക്കണമെന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മോനെ സംസാരിക്കുന്നത്, സച്ചി ഒരു ഉപകാരം കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. സച്ചി നീ ഒന്ന് പോയി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ശരി ഞങ്ങൾ പോകാം, അങ്കിളും ഞങ്ങളുടെ കൂടെ ഒന്ന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്നും പറഞ്ഞു. അപ്പോൾ ബീരാനിക്ക് ഇങ്ങനെ നടന്നു വരുന്നു. ആ സമയത്ത് സച്ചി രേവതിയും കൂടി ഇങ്ങോട്ട് ഇറങ്ങുക. അപ്പോഴത്തേക്ക് നമ്മുടെ ബീരാനിക്ക കയറിയതും ബീരാനിക്കയുടെ ഫോൺ വണ്ടിയെ വെച്ച് മറന്നു. അയ്യോ നിൽക്കണേ എൻ്റെ ഫോൺ എന്നും പറഞ്ഞുകൊണ്ട് ബീരാനിക്ക ഫോൺ എടുക്കാനായിട്ട് ഇങ്ങോട്ടേക്ക് വന്നു. ബീരാനിക്ക വണ്ടിയിൽ നിന്ന് ഫോൺ എടുക്കും. സച്ചിയും രേവതിയും വണ്ടിയിൽ കയറി പോവുകയും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ആ വണ്ടി പോവുകയും ബീരാനിക്ക ഈ വീട്ടിലേക്ക് വരികയും ഒരുമിച്ച്. അങ്ങനെ ബീരാനിക്ക വരുന്നതും കാത്ത് ചെറുക്കൻ്റെ അച്ഛനും അമ്മയും അവിടെ ഇരിക്കുക. ഇപ്പോൾ വീടിൻ്റെ ഡോറിൽ ആരോ വന്ന് മുട്ടി. ആ മുട്ടലിൽ അച്ഛൻ പറഞ്ഞു, നന്ദൻ എന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞു, ഫെബിൻ്റെ അച്ഛൻ പറഞ്ഞു പോയി ആരാന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ അമ്മ ചെന്ന് വാതിൽ തുറന്നപ്പോൾ ഇവിടെ നമ്മുടെ സച്ചിയും രേവതിയും. അപ്പോൾ ആരാന്ന് ചോദിച്ചു. ഞാൻ സച്ചി, ഇതെൻ്റെ ഭാര്യ രേവതിയാണെന്ന് പറയാം കേട്ടോ, ഞങ്ങൾ മാളുവിൻ്റെ വീട്ടുകാരാണെന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്കും രണ്ടുപേരും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കുവാണ് അച്ഛനും അമ്മയും. അപ്പോൾ നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, അതിനുവേണ്ടി വന്നതാണെന്ന് പറഞ്ഞപ്പം അകത്തേക്ക് വരുമെന്നും പറഞ്ഞ് അവരകത്തേക്ക് വിളിച്ചു. അപ്പോൾ ഫെബിൻ്റെ അച്ഛനല്ലേന്ന് ചോദിച്ചു. നന്ദനെ കണ്ടപ്പോൾ അതേന്ന് പറഞ്ഞു. അത് പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു പെണ്ണിനെയും കൂട്ടിയാണ് നിങ്ങളുടെ മകൻ പോയതെന്ന് സച്ചി ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കാം, ആ വിഷയം സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സാറേ, അപ്പോൾ കുറച്ച് സമയം മതി, ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്കുക എന്നിങ്ങനെ നമ്മുടെ സച്ചി പറയുമ്പോഴത്തേക്കും നന്ദൻ ഇങ്ങനെ ഭാര്യയുടെ നേരെ നോക്കുക കേട്ടോ. അപ്പോൾ ഭാര്യ അവിടെ നിന്ന് കണ്ണോട്ടൊക്കെ കാണിച്ചു. എന്നും പറഞ്ഞു, നിങ്ങൾ ഇരിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ 4 പേരും കൂടി ഇരിക്കുന്നു. മാളുവിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്നും രണ്ടുപേരും ഒന്നിച്ച് KSRTCയിൽ ജോലി ചെയ്തതാണെന്ന കാര്യമൊക്കെ പറഞ്ഞു. ഒരു കുടുംബമാണ് ഞങ്ങളെന്നൊക്കെ പറയുവാണ്. അപ്പോൾ മാളു എനിക്ക് അനിയത്തിയെ പോലെയാണെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ കണ്ട് സംസാരിക്കാൻ വന്നതെന്നൊക്കെ പറയുമ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത രീതിയിൽ. അത് മാളു നല്ല കുട്ടിയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പം, നല്ല കുട്ടി ആയതുകൊണ്ടാണല്ലോ ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയത് എന്ന് നന്ദൻ പറഞ്ഞപ്പം, അത് എൻ്റെ മോൻ അവൾ പറയുന്നതെല്ലാം വിശ്വസിച്ചു, അവരെ കറക്കിയെടുത്തത് അവൾ എന്ന് നന്ദൻ ഇങ്ങനെ പറയുമ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. ഞങ്ങളിത് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നും അവനിപ്പോൾ എവിടെ നിന്നാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുവാണ് അമ്മയും. അപ്പം വിഷമിക്കാതിരിക്കുക, അവർ ദൂരെ എങ്ങും പോയിട്ടില്ല എന്ന് പറഞ്ഞു സച്ചി. അപ്പോൾ അവരെവിടെയുണ്ടെന്ന് നിങ്ങൾക്കറിയോ, എവിടെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറ എന്ന് അമ്മ ഇങ്ങനെ പറയുമ്പോൾ
സച്ചിൻ രേവതി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പം നന്ദേട്ടാ ദേ നമുക്ക് ചെന്ന് അവരെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ആ പെണ്ണിൻ്റെ കൂടെ സുഖമായിട്ട് കഴിയല്ലേ അവനെന്ന് ചോദിച്ചു. നമ്മൾ ചെന്ന് വിളിച്ച് അവൻ വരുമോ എന്ന് നന്ദേട്ടൻ ചോദിക്കുവാണ്. അവൻ നമ്മളെ മറന്നു, അവൻ ആ പെണ്ണ് മതി എന്നൊക്കെ നന്ദൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊന്നും അല്ല, അവർ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ പറഞ്ഞ് ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.